ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സ്റ്റിച്ച് വിത്ത് സിമി. ഇന്ന് നമുക്ക് ക്രാഫ്റ്റിന് ആവശ്യമായ കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടാം. ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് അക്രിലിക് പെയിൻറ്റ്സ് ആണ് വേണ്ടത്. ഇതുപോലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ബോട്ടിലിന് 20 to 25 റുപ്പീസാണ്. ഇങ്ങനെ ലൈറ്റ് പീച്ച് എന്നുള്ള ഷെയ്ഡും ഇതുപോലെ ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡും സ്കിൻ ടോണും ഒക്കെ ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ്. ഇതുകൂടാതെ പേൾ കളേഴ്സ് മേടിക്കാനായിട്ട് കിട്ടും. ഇതിന് നല്ല ഷൈനിങ് ഉള്ള ടൈപ്പ് കളേഴ്സാണ്. ഇതെല്ലാം പേൾ കളേഴ്സാണ്. ഈ 4 മെറ്റാലിക് കളേഴ്സാണ്: ഗോൾഡൻ, സിൽവർ, കോപ്പർ ആൻഡ് ബ്രോൺസ്. ഇത് ഗോൾഡനും സിൽവറും മെറ്റാലിക് പൗഡേഴ്സാണ്. ഇത് പൗഡേഴ്സ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൈൻഡർ അല്ലെങ്കിൽ മെറ്റാലിക് പൗഡർ മീഡിയമാണ്. പിന്നെ ബ്രഷസ് വേണം. ഒരു 0 സൈസ് ബ്രഷ്, ഒരു 000 സൈസ് ബ്രഷ് എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ ഒരു റൗണ്ട് ബ്രഷും ഒരു ഫ്ലാറ്റ് ബ്രഷും കൂടെ കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് സിസേഴ്സ് ഏതായാലും വേണ്ടി വരും. പിന്നെ ഇതൊരു കട്ടറാണ്. ബോട്ടിൽ ക്യാപ്പ് റിമൂവ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രസിഷൻ നൈഫാണ്. ഇതിന് നല്ല പോയിൻറ്റഡ് ടിപ്പാണ്. 100 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അതിൻ്റെ കൂടെ 3 ബ്ലേഡും വരുന്നുണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്ലൂസാണ്. ഇത് പേപ്പർ ഒട്ടിക്കാൻ ഫെവി സ്റ്റിക്ക്, ഫെവിക്കോൾ, പിന്നെ ഫെവി ബോണ്ട്. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണില്ല. ഞാൻ എല്ലാത്തിനും ഫെവി ബോണ്ട് വെച്ച് തന്നെ ആണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് B7000 എന്ന് പറഞ്ഞൊരു ഗ്ലൂ ആണ്. ഇത് ഫേബ്രിക്കിൽ ബീഡ്സ് ഒക്കെ ഒട്ടിക്കാൻ ഫേബ്രിക് ഗ്ലൂ. ഇത് വൂളൻ ത്രെഡാണ്. 9 റുപ്പീസാണ് വൂളൻ ത്രെഡിൻ്റെ റേറ്റ്. ഇത് എംബ്രോയ്ഡറി ത്രെഡ്സ് ആണ്. കളറൊക്കെ സിമിലർ കളർ നോക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ചെയ്യാനുള്ള നീഡിലും. ഇത് സാധാരണ മെഷീൻ ത്രെഡ്സ് ആണ്. പിന്നെ ബോട്ടിലാട്ടിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ജൂട്ട് ത്രെഡ്. സാറ്റിൻ റിബൺസ് ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റി സാറ്റിൻ റിബൺസ് ആണ്. ഷൈനിങ് കൂടുതലായിരിക്കും. ഇതെല്ലാം ഫോം ഷീറ്റ്സ് ആണ്. ഇത് ഗ്ലിറ്റർ ഉള്ള ടൈപ്പാണ്. ബ്ലാക്കും ബ്രൗണും, പിന്നെ ഗ്ലിറ്റർ ഇല്ലാത്ത ഒരു ഗ്രീനും റെഡ് കളറും ഉണ്ട്. ഇത് A4 പേപ്പർ ബ്ലാക്ക് കളർ. അതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ. പിന്നെ ഇത് വന്നിട്ട് അക്രിലിക് ഷീറ്റാണ്. ഇത് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ക്രേപ്പ് പേപ്പറാണ്. റെഡ്, പീച്ച്, ഗ്രീനിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. വൈറ്റ്, മജന്ത, ക്രീം ആൻഡ് ഗ്രീൻ. ഇത് സിന്തറ്റിക് ഗ്രാസ് പൗഡറാണ്. 30 റുപ്പീസാണ് റേറ്റ്.
ഈ ക്രാഫ്റ്റ് ഐറ്റത്തിൻ്റെ പേര് പൈപ്പ് ക്ലീനർ എന്നും പറയും, ഗ്ലിറ്റർ സ്റ്റിക്സ് എന്നും പറയും. ഇതിനകത്ത് ഗ്ലിറ്റർ ടൈപ്പും ഗ്ലിറ്റർ ഇല്ലാത്ത മാറ്റ് ഫിനിഷ് ടൈപ്പും അവൈലബിൾ ആണ്. ഇത് ബോട്ടിൽ ആർട്ടിന് യൂസ് ചെയ്യുന്ന എയർ ഡ്രൈ ക്ലേ ആണ്. ഇതിനകത്ത് ഇങ്ങനെ റെസിൻ ബേസും ഹാർഡ്നറുമായിട്ടും വരുന്നത് ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് ഹാർഡാവുന്നതാണ്. ഇത് ക്ലേ ആർട്ടിന് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. പിന്നെ ഇത് ഫേസ് ചെയ്യാനായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഹ്യൂമൻ ഫേസിൻ്റെ മോൾഡ്സാണ്. ഇതുപോലെ ഫ്ലവർ ഷേപ്പിൻ്റെയും ലീഫ് ഷേപ്പിൻ്റെയും ഓൺലൈനിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സും സൈസസൊക്കെ അവൈലബിൾ ആണ്. ഇത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വയറാണ്, ഗോൾഡൻ കളർ, 0.4 മില്ലിമീറ്റർ ആണ് ഡയമീറ്റർ. ഇത് സാധാരണ ഫ്ലവർ മേക്കിങ്ങിനും യൂസ് ചെയ്യുന്ന വയറാണ്, മെറ്റൽ വയറാണ്. ഇത് രണ്ടും കട്ട് ചെയ്യാനുള്ള കട്ടറാണിത്. ഇതൊരു പാക്കറ്റ് ഇലാസ്റ്റിക്കാണ്. ഇത് സെല്ലോ ടേപ്പാണ്, മാസ്കിംഗ് ടേപ്പ്. പിന്നെ ഡബിൾ സൈഡഡ് ടേപ്പ്, വാളിലൊക്കെ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കണമെങ്കിൽ ഉള്ള ഡബിൾ സൈഡഡ് ടേപ്പ്. ഇത് ചെറിയ ടൈപ്പ് പേൾസ് ആണ്. ഇത് രണ്ടും ഷുഗർ ബീറ്റ്സ് ആണ്. 2 ബീഡ്സ്. ഇത് രണ്ടും ഹാഫ് ബീഡാണ്. ഒരു സ്ഫിയർ മൊത്തം ഇല്ല, അത് ഹാഫായിട്ട് കട്ട് ചെയ്തതിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. ഫ്ലാറ്റ് സർഫസിലൊക്കെ ഒന്നല്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തും ഉറപ്പിക്കാവുന്നതാണ്. സ്റ്റോൺസ് ആണ്, മിറേഴ്സ്, സീക്വൻസ്. ഇത് പോംപോംസ് ആണ്, പോംപോം ലേസ്. ഇതൊരു സാധാരണ ഓർഡിനറി ലേസ്. ഇത് ക്രാഫ്റ്റിനായി എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് പിസ്താഷ്യൽസ് ആണ്. പിന്നെ ഇത് മേടിച്ച സീഷെൽസ് ആണ് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. ഇത് റെസിൻ സ്റ്റോൺസ് ആണ്, വൈലറ്റ് കളറും ബ്ലൂ കളറും. റെസിൻ ആർട്ടിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോട്ടിൽ ആർട്ടിനായാലും യൂസ്ഫുൾ ആണ്. ഇത് രണ്ടും ഫ്ലോറൽ ടേപ്പാണ്. ഒരെണ്ണം കുറച്ച് ലൈറ്റ് ഗ്രീനും മറ്റേത് ഇച്ചിരി ഡാർക്കായിട്ടുള്ള കളറുമാണ്. ഫ്ലവർ മേക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റെമ്മിൽ ചുറ്റി കൊടുക്കാൻ. ഒരു പാക്ക് വൈറ്റ് ഫെദേഴ്സ് ആണ്, ബോട്ടിൽ ആർട്ടിന് വേണ്ടി മേടിച്ചതാണ്. ഇയർബഡ്സ്, തെർമോക്കോൾ ബോൾസ്, സ്മോൾ സൈസാണ്. ഇതൊരു പെർമനൻറ്റ് മാർക്കറാണ്, ബോട്ടിൽ ആർട്ടിന് വേണ്ടി മേടിച്ചതാണ്. ഇത് അക്രിലിക് വാർണിഷാണ്, ബോട്ടിൽ ആർട്ടിൽ പെയിൻറ്റ് സെറ്റായതിനു ശേഷം ഗ്ലോസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു പാക്ക് ഐസ്ക്രീം സ്റ്റിക്കും അതുപോലെ തന്നെ ബാംബൂ സ്റ്റിക്കുമാണ്, ബോട്ടിൽ ആർട്ടിന് വേണ്ടി തന്നെ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിയതാണ്. Hope you enjoyed the video. Thanks for watching. Bye.